ഒരിക്കൽ മനുഷ്യരുടെ വിഷമങ്ങൾ തീർക്കാനായി ഗണപതി ഭഗവാൻ ഭൂമിയിലേക്ക് വന്നു. കാര്യങ്ങളെല്ലാം ഭംഗിയായി പൂർത്തിയാക്കിയ ശേഷം രാത്രിയായപ്പോൾ അദ്ദേഹം അടുത്ത ദിവസം പുലർച്ചെ കൈലാസത്തിലേക്ക് മടങ്ങാനായി തീരുമാനിച്ചു. അതുവരെ ഭഗവാനും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വാഹനമായ മൂഷികനും അടുത്തുള്ള ഒരു വനത്തിൽ വിശ്രമിക്കാൻ തീരുമാനമെടുത്തു. അവർ ഉറങ്ങാൻ കിടന്നപ്പോൾ മൂഷികൻ ഗണപതി ഭഗവാനോട് പറഞ്ഞു, സ്വാമി, എനിക്ക് ഉറക്കം വരുന്നില്ല, അങ്ങ് എനിക്കൊരു കഥ പറഞ്ഞു തരുമോ? ഗണപതി ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് കഥ വേണമല്ലേ, എന്നാൽ ശ്രദ്ധിച്ച് കേട്ടോളൂ മൂഷിക. അങ്ങനെ ഗണപതി ഭഗവാൻ വളരെ ഭീകരവും ഭയപ്പെടുത്തുന്നതുമായ ഒരു കഥ പറഞ്ഞു തുടങ്ങി. കഥ കേട്ട് പേടി തോന്നിയ മൂഷികൻ പലതവണ, സ്വാമി ദയവായി നിർത്തൂ, എനിക്ക് ഭയമാകുന്നു എന്ന് അപേക്ഷിച്ചു. എന്നിട്ടും ഭഗവാൻ ആ കഥ നിർത്താതെ അത് മുഴുവൻ പറഞ്ഞു തീർത്തു. കഥയുടെ അവസാനം ഗണപതി ഭഗവാൻ ഒരു പുഞ്ചിരിയോടെ ഇങ്ങനെ കൂട്ടിച്ചേർത്തു, മൂഷിക, ഈ കഥയിലെ ഭയങ്കര സംഭവങ്ങളെല്ലാം നടന്നത് ഈ കാട്ടിൽ വെച്ച് തന്നെയാണ്. എന്നിട്ട് ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ ഉറക്കമായി. പാപം മൂഷികൻ, അവന് ഉറക്കം വന്നതേയില്ല. അവൻ ഭയം കൊണ്ട് വിറച്ചു നിന്നു. തുടർന്ന് അവന് ദാഹം തോന്നി. അവൻ വളരെ മെല്ലെ അടുത്തുള്ള അരുവിയിലേക്ക് പോയി. മൂഷികൻ അരുവിയുടെ അടുത്തെത്തിയപ്പോഴേക്കും ഗണപതി ഭഗവാൻ പറഞ്ഞ കഥയിലെ കാര്യങ്ങൾ അതുപോലെ സംഭവിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആരോ തന്റെ പിന്നിൽ നിൽക്കുന്നതായി മൂഷികന് തോന്നി. ഭയന്നുപോയ അവൻ സ്വാമി എന്ന് അലറി കരഞ്ഞുകൊണ്ട് ഗണപതി ഭഗവാന്റെ അടുത്തേക്ക് ഓടിയെത്തി. സ്വാമി, അങ്ങയുടെ കഥയിലെ കാര്യങ്ങളെല്ലാം ശരിക്കും ഇവിടെ സംഭവിക്കുന്നു. ഭയം കൊണ്ട് വിതുമ്പി അവൻ കരഞ്ഞു ഭഗവാനോട് പറഞ്ഞു. അപ്പോൾ ഗണപതി ഭഗവാന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. താൻ വിശ്രമിക്കുന്ന ഈ കാട്ടിൽ ആരോ ഉണ്ട്, ഒരു അമാനുഷിക ശക്തി. ആ ശക്തിയെ ഒരു പാഠം പഠിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഭഗവാൻ ശാന്തമായി മൂഷികനോട് പറഞ്ഞു, മൂഷിക, നീ പേടിക്കേണ്ട ഒരാവശ്യവുമില്ല. ഈ വനത്തിൽ ഒരു ദുഷ്ടാത്മാവും ഇല്ല. ഇനി അഥവാ ശരിക്കും ഒന്നുണ്ടെങ്കിൽ ആ മരത്തിലെ പഴങ്ങൾ താഴെ വീഴട്ടെ, അദ്ദേഹം വെല്ലുവിളിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഉടൻ തന്നെ മരത്തിലെ പഴങ്ങൾ നിലത്തേക്ക് പൊഴിഞ്ഞു വീണു. ഓഹോ, നീ ശരിക്കുമുള്ളതാണെങ്കിൽ ആ നിലത്ത് വീണ പഴങ്ങൾ അപ്രത്യക്ഷമാക്കൂ, ഗണപതി ഭഗവാൻ വീണ്ടും പറഞ്ഞു. ഒരു നിമിഷം കൊണ്ട് നിലത്ത് വീണ പഴങ്ങൾ അപ്രത്യക്ഷമായി. ഇതെല്ലാം കണ്ട ഗണപതി ഭഗവാൻ ഒരു മന്ദഹാസത്തോടെ തലയാട്ടി. ഇനി ഒരൊറ്റ നീക്കം മതി കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഭഗവാൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ തുണിസഞ്ചി എടുത്ത് മൂഷികനെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു, മൂഷിക, ഈ വനത്തിൽ ഒരു ദുഷ്ടശക്തി ശരിക്കുമുണ്ടെങ്കിൽ അത് ധൈര്യമായി ഈ സഞ്ചിയിൽ കയറട്ടെ. ഗണപതി ഭഗവാന്റെ ദിവ്യമായ വാക്കുകൾ കേട്ടതും നിമിഷ നേരം കൊണ്ട് ആ ദുഷ്ടാത്മാവ് ഒരു പ്രകാശ രൂപമായി ചുരുങ്ങി സഞ്ചിക്കുള്ളിൽ പ്രവേശിച്ചു. മിന്നൽ വേഗത്തിൽ ഗണപതി ഭഗവാൻ ആ സഞ്ചിയുടെ വായ മുറുക്കി അടച്ചു. അതിനുമേൽ തന്റെ ദിവ്യ ശക്തിയാൽ ഒരു കവചം തീർത്തു. സഞ്ചിയിൽ വീണ ഭൂതത്തിന് പുറത്ത് കടക്കാനായില്ല. അത് ഉള്ളിൽ കിടന്ന് പിടഞ്ഞു തുടങ്ങി. ദുർബലരെ ഭയപ്പെടുത്തിയിരുന്ന ആ ദുഷ്ടശക്തിയെ ഗണപതി ഭഗവാൻ ഒരു കടുത്ത പാഠം പഠിപ്പിച്ചു. ആരെയും ഉപദ്രവിക്കരുത് എന്നൊരു ഉറച്ച വാക്ക് വാങ്ങിയ ശേഷം അതിന്റെ ശക്തി പൂർണ്ണമായി നിയന്ത്രിച്ച് ഭഗവാൻ അതിനെ മോചിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ തന്റെ അനന്തമായ ബുദ്ധി കൊണ്ടും ഭഗവാന്റെ വിശാലമായ മനസ്സുകൊണ്ടും ഗണപതി ആ കാട്ടിലെ ദുഷ്ടശക്തിക്ക് ഒരു പാഠം നൽകി. ഭയമകന്ന മൂഷികൻ ആശ്വാസത്തോടെ കിടന്നുറങ്ങുകയും ചെയ്തു. ഗണപതി ഭഗവാന്റെയും മൂഷികന്റെയും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓം ഗം ഗണപതേ നമഃ.